നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം പ്രതീക്ഷയുടെ കാത്തിരുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. 8 പ്ലെയേഴ്സാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ വിജയിക്കുന്ന പ്ലെയറിനാണ് അടുത്ത വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യനെ നേരിടാൻ അവസരം കിട്ടുന്നത്. ഇപ്പോൾ പങ്കെടുക്കുന്ന 8 പ്ലെയേഴ്സിൽ 3 പേർ ഇന്ത്യക്കാർ എന്നതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം. പ്രജ്ഞാനന്ദയും ഗുകേഷും വിദ്യുത് ഗുജറാത്തിയുമാണ് ആ 3 പ്ലെയേഴ്സ്. പിന്നെ വനിതാ വിഭാഗത്തിൽ വൈശാലിയും കോനേരു ഹംപിയും മത്സരിക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. ആദ്യം പ്രജ്ഞാനന്ദയുടെ ഗെയിം നോക്കാം. ആദ്യ റൗണ്ടിൽ പ്രജ്ഞാനന്ദയ്ക്ക് വളരെ സ്ട്രോങ് പ്ലെയറായ അലറൈസ ഫെറോസയാണ് നേരിടേണ്ടി വന്നത്. ഈ ഗെയിമിൽ പ്രജ്ഞാനന്ദ ബ്ലാക്ക് സൈഡും അലറൈസ വൈറ്റ് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. റോയ് ലോപ്പസ് ഓപ്പണിംഗ് ആണ്. പ്രജ്ഞാനന്ദ A6 മൂവ് ചെയ്തുകൊണ്ട് മോർഫി ഡിഫൻസ് സെലക്ട് ചെയ്യുന്നു. അലറൈസ ബിഷപ്പിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് കൊളംബസ് വേരിയേഷനാണ്. ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ E4ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ആ പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കിങ്സ് എല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് പ്രധാനമായും 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ B5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലോസ്ഡ് വേരിയേഷനിലേക്ക് മാറാം, അതുമല്ലെങ്കിൽ ഈ നൈറ്റ് ഉപയോഗിച്ച് പോണായിട്ട് എടുത്തുകൊണ്ട് ഓപ്പൺ വേരിയേഷനിലേക്ക് മാറാം. പ്രജ്ഞാനന്ദ ഇവിടെ ഓപ്പൺ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നത്. നൈറ്റ് ഉപയോഗിച്ച് പോണായിട്ട് എടുക്കുന്നു. ഇവിടെ വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് B5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. വൈറ്റ് ബിഷപ്പിനെ C3ലേക്ക് കൊണ്ടുവന്ന് F7ലേക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയാണ്. പോൺ ഉപയോഗിച്ച് പോണിനെടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ D5ലെ പോണിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പിനെ E5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് ആദ്യം തന്നെ ക്വീനിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതോടെ ബ്ലാക്കിനെ നൈറ്റിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രജ്ഞാനന്ദ നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഡെവലപ്പ് ആവാത്ത നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനെ കാസ്റ്റിംഗ് ചെയ്യാം. എന്നാൽ പ്രജ്ഞാനന്ദ ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ E6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ബിഷപ്പിനെ H5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ B3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടമായതോടെ പ്രജ്ഞാനന്ദ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ കിട്ടുന്നു. വൈറ്റ് പോണപ്പിച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനുണ്ടാണെങ്കിൽ കിവിന് വെച്ച് തിരിച്ചു വെട്ടാം. അതോടെ വൈറ്റിൻ്റെ E5ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നില്ല. പകരം റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. എന്തായാലും പ്രജ്ഞാനന്ദ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ക്വീൻ ഉപയോഗിച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനിനെ H4ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റ് വേഗം തന്നെ ആ ക്വീനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ G4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ H5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ E5ലെ പോണിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ പോണിനിപ്പോൾ ക്വീൻ്റെ സപ്പോർട്ട് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ D3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്സ് എല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് പ്രജ്ഞാനന്ദ F5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് എൻബാസന്റ് എന്ന നിയമം ഉപയോഗപ്പെടുത്തുകയാണ്. പോൺ ഉപയോഗിച്ച് പോണിനെ എടുക്കുന്നു. ഈ നിയമം അറിയാത്തവർക്കായിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് റൂക്ക് വെച്ച് ആ പോണിനെ തിരിച്ചുവിട്ടിക്കൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് F4 മൂവ് ചെയ്യുന്നു. ഇതോടെ ഇവിടെ ഒരു ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത വന്നിട്ടുണ്ട്. ഇനി അടുത്ത റൂക്കിനെ കൂടെ G1ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈറ്റിനെ റൂക്ക് ഉപയോഗിച്ച് G7ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ബ്ലാക്ക് നൈറ്റ് പോയി തിരിച്ചു വിട്ടിയാലും പ്രശ്നമില്ല.
വൈറ്റിനെ ക്യൂവിന് വെച്ച് ക്യൂവിനോട്ട് എടുക്കാൻ കഴിയും. ആ നൈറ്റ് റൂക്കിൻ്റെ പിന്നിങ്ങിലായതുകൊണ്ട് നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടാൻ പറ്റില്ല. എന്നാൽ പ്രഗ്നാനന്ദ ഇപ്പോൾ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. പകരം റൂക്കിനെ H6 കൊണ്ടുവന്ന് ഒരു മെയ്റ്റിൻ ത്രെഡ് കൊടുക്കുന്നു. അലറിസ F3 മൂവ് ചെയ്തുകൊണ്ട് ആ മെയ്റ്റിൻ ത്രെഡ് ഒഴിവാക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ F8 കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ F2 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ F6 കൊണ്ടുവരുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ ആക്റ്റീവ് ആക്കുകയാണ്. റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്വീനെ F7 കൊണ്ടുവന്ന് F1 അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ഇപ്പോൾ ആ പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് ക്വീനെ G3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ H5 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ സൈഡിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. A4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ് ലക്ഷ്യം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം റൂക്കിനെ H6 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും H2 വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ E2 കൊണ്ടുവന്ന് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ H3 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വളരെ വ്യക്തമായൊരു പ്ലാനോടുകൂടിയാണ് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നത്. ക്വീനെ E1 മൂവ് ചെയ്തുകൊണ്ട് E5 വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺട്രോൾ നേടിയെടുക്കുന്നു. ഇവിടെ എപ്പോഴാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ കൂടെ H5 കൊണ്ടുവന്ന് ഈ H2 അറ്റാക്ക് വളരെ സ്ട്രോങ് ആക്കാമായിരുന്നു. എന്നാൽ പ്രഗ്നാനന്ദ ഇപ്പോൾ ക്വീനെ H5 കൊണ്ടുവരുന്നില്ല. പകരം റൂക്ക് ഉപയോഗിച്ച് F3 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ വൈറ്റ് വളരെ മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. നൈറ്റിനെ C5 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് വരികയും ക്വീൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രഗ്നാനന്ദ ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ H5 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനെപ്പോൾ വേണമെങ്കിൽ റൂക്കിനെ G2 കൊണ്ടുവന്ന് ആ റൂക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. പ്രഗ്നാനന്ദ അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് റൂക്കിനോട് എടുക്കുന്നു. എന്നാൽ വൈറ്റ് ആ എക്സ്ചേഞ്ച് സാക്രിഫൈസ് വെറുതെ ചെയ്തതല്ല, വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി ചെയ്തതാണ്. അടുത്തതായി വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് വരുന്നത്. നൈറ്റിനെ G5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഒരു മെയ്റ്റിൻ ത്രെഡും കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഈ സ്കോറിലേക്ക് നൈറ്റിനും കണ്ടുകൊണ്ട് അതോടെ ചെക്ക്മേറ്റ് ആവും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ബ്ലാക്കിന് അധികം ഓപ്ഷനൊന്നുമില്ല. ബ്ലാക്ക് ഇവിടെ ലാഭം കിട്ടിയ പീസിനെ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. നൈറ്റിനെ E5 കൊണ്ടുവന്ന് ഈ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ബ്ലാക്കിൻ്റെ റൂക്കിനെ എടുക്കണമെങ്കിൽ ബ്ലാക്കിന് ഒരു ചെക്കോടുകൂടി ക്യൂവിനെ വെച്ച് തിരിച്ചിട്ടാൻ കഴിയും. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റ് വെച്ച് റൂക്കിനുണ്ടെന്നില്ല. പകരം റൂക്ക് വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് വീണ്ടും അതേ ചെക്ക്മേറ്റ് ഫിഷൻ തന്നെ കൊടുക്കുന്നു. ഇപ്പോഴും നേരത്തെ കണ്ട അതേ സിറ്റുവേഷനാണ്. ബ്ലാക്കിന് ഇവിടെ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാനായിട്ട് അധികം ഓപ്ഷനൊന്നുമില്ല. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ പ്രഗ്നാനന്ദ ഈ പ്രശ്നം സോൾവ് ചെയ്യായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എപ്പോഴും നേരത്തെ കണ്ട അതേ സെഗ്മെൻറ്റിനുള്ള സാധ്യതയാണെങ്കിലും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ H2 പോണിന് റൂക്കിൻ്റെ സപ്പോർട്ടില്ല. പ്രഗ്നാനന്ദ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. റൂക്ക് ഉപയോഗിച്ച് H2 പോണിന് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കുമാണ്, അതൊരു റൂക്ക് സാക്രിഫൈസുമാണ്. വൈറ്റിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തേ വേറെ വഴിയില്ല. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് റൂക്കിന് എടുക്കുന്നു. ഈ സമയത്ത് ക്വീൻ H5 ഒന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ G2 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ G4 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ H2 മൂവ് ചെയ്യുന്നെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് പോണിൻ്റെ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാൻ കഴിയും. അതിനുശേഷം തുടർച്ചയായിട്ട് ചെക്ക് കൊടുക്കുകയും മൂവുകൾ ആവർത്തിക്കപ്പെട്ടതോടെ ഗെയിം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ഗെയിം സമനിലയായെങ്കിലും രണ്ട് ഭാഗത്തു നിന്നും വളരെ മികച്ച മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.